അപ്പോൾ ഇന്ന് നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും ആവശ്യമില്ല. അതിനു മുമ്പ് നമുക്ക് പെട്ടെന്നൊരു ടേസ്റ്റി സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. എൻ്റെ മോർണിംഗിൽ എന്നും ഉള്ളതാണ് ഒരു സ്മൂത്തി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഈത്തപ്പഴം, ബദാം, പിന്നെ ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ എന്ത് പഴമായാലും മതി. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഗുണങ്ങളുള്ള പഴമാണല്ലോ നമ്മുടെ ഏത്തപ്പഴം. അപ്പം ആ പഴം, പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് തണുപ്പിച്ചതായ ഇഷ്ടമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചതായാലും മതി, അല്ലെങ്കിൽ അല്ലാതുള്ള പാലായാലും മതി. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ മുമ്പേ തന്നെ അത്തിപ്പഴം ഉണ്ട് കേട്ടോ. അത്തിപ്പഴം, ഈത്തപ്പഴം, ബദാം ഇതെല്ലാം കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ജാറ് ഒടിഞ്ഞു പോകത്തില്ല, ഇത് അടി വരില്ല. അതിനാണ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിർന്നിരിക്കുകയാണ്, നല്ല വെള്ളമൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളത് അടിച്ചെടുക്കാനായിട്ട്. ഇനി കുതിർന്നിരിക്കുന്ന നമ്മുടെ നട്ട്സ് എല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റാക്കി അങ്ങ് എടുക്കാം. നമുക്ക് ഒരുമിച്ച് അതെല്ലാം കൂടെ ആക്കണം. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നമ്മുടെ അത്തിപ്പഴം, ഈത്തപ്പഴം, ബദാം, പിന്നെ വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇത്രയുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഉള്ള സാധനമൊക്കെ വെച്ച് നമുക്ക് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സാക്കി നമ്മളത് ജാറിലോട്ട് മാറ്റി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിന് ഒട്ടും ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഷുഗറിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പം നമ്മുടെ ബദാമും എല്ലാം നമ്മൾ ജാറിലോട്ടാക്കി, പിന്നെ അതിലേക്ക് നമ്മുടെ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിടുവാണ്. ഏത്തയ്ക്ക തന്നെ വേണമെന്നില്ല, കയ്യിലുള്ള ഏതെങ്കിലും പഴമായാലും മതി. നമ്മളിപ്പോൾ ഏത്തയ്ക്കയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേർക്ക് കുടിക്കാൻ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വാണ്ടിറ്റി പഴമായാലും നട്ട്സ് ഇതെല്ലാം എടുക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്ക് 1-2 പേർക്കുള്ള ജ്യൂസിനുള്ളതേ കാണത്തുള്ളൂ സ്മൂത്തി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പഴവും പാലും എല്ലാം യൂസ് ചെയ്താൽ മതി, അതിനുള്ളതായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ പഴവും അതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നു. പാൽ ഐസ് പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സാധാ തണുപ്പിച്ച പാൽ ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ സാധാ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പേ ഉള്ളൂ, ആ പാലാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് പേസ്റ്റാക്കി വെച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അതങ്ങ് മിക്സായി വന്നോളും. ആ പാലുമായിട്ടൊന്ന് മിക്സ് ആവേണ്ട, പഴവും കൂടെ ഒന്ന് ആടി വരേണ്ട താമസമേ ഉള്ളൂ. നമ്മളങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ സ്മൂത്തി റെഡി. നന്നായിട്ട് ആടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൂത്തി. നമ്മളതൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട്, ഇനി നിങ്ങൾക്ക് വല്ല നട്ട്സ് ഇതെല്ലാം മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള സാധനമാണ്. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇപ്പോൾ നട്ട്സ്, ബദാമും, അത്തിപ്പഴം, ഈത്തപ്പഴം ഇതിലെല്ലാം നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രാവിലെയോ വൈകിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് അധികം ടൈമൊന്നും വേണ്ട, അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ചായ ഇടുന്നതിൻ്റെ താമസം പോലും ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ സ്മൂത്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.